ഇനി നമുക്കൊരു പാരയാകുന്ന ലക്ഷണമാണ്. പ്രിയപ്പെട്ട യൂട്യൂബ് നിവാസികളെ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് വിന്നർ ശ്രീ കുണുമോൾ. 16 ലക്ഷവും PR ഉണ്ടെങ്കിൽ ഏത് തെണ്ടിക്കും വിന്നറാകാന്ന് തെളിയിച്ച സീസൺ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ സീസൺ 9ലേക്ക് പോകുന്ന എല്ലാവരുടെ ശ്രദ്ധയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു 16 ലക്ഷം റെഡിയാക്കുക. എന്നിട്ട് വിനു പിയറിനെ സമീപിക്കുക. എന്നിട്ട് എന്ത് അപരാധം ചെയ്താലും ഇവൻ പുറത്തിരുന്ന് അവിടെ വിളിപ്പിച്ചോളൂ. വിന്നറാവാനുള്ള എന്ത് ക്വാളിറ്റിയാണ് അനുമോൾക്കുള്ളത്? കണ്ടവന്റെ ബെഡ്ഷീറ്റ് പൊക്കി വെക്കുക, ബെഡ്ഷീറ്റിന്റെ ഉള്ളിൽ കാണാൻ പാടില്ലാത്തത് എന്തോ കണ്ടെന്ന് അവകാശപ്പെടുക, അവിടെ ഉള്ള പാല് മുട്ടയ്ക്ക് കട്ട് തിന്നുക, എന്നിട്ട് മറ്റുള്ളൊരു കട്ട് തിന്നെന്ന് പറഞ്ഞിട്ട് കംപ്ലൈന്റ് പറയുക. അങ്ങനെ ഓരോരോരോ അപരാധങ്ങളാണ് ഈ കാണിച്ചു വെക്കുന്നത്. ആ പാവപ്പെട്ട അനീഷേട്ടനെ കയ്യും കലാശമൊക്കെ കാണിച്ച് ഐ ലവ് യു എന്ന് പറയുക, എന്നിട്ട് ഞാൻ ചേട്ടനെ പോലാണ് കണ്ടേന്ന് പറയിക്കുക. അതുകൂടാതെ 24 മണിക്കൂറും കരച്ചില്. ഇതൊക്കെ കണ്ണാതെ വാട്ടർ ടാങ്കാ. മറ്റാരും കാണാത്തത് കാണും. നിങ്ങൾ ശപിച്ചുകൊണ്ട് കൊഞ്ചും, ചിരിച്ചുകൊണ്ട് കരയും, മോഹിച്ചുകൊണ്ട് വെറുക്കും. അനുമോൾക്ക് ലാലേട്ടൻ്റെ ഊക്ക് കിട്ടാത്ത ഒരു വീക്കെൻഡ് എപ്പിസോഡ് പോലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അഥവാ ഏതെങ്കിലും എപ്പിസോഡിൽ ലാലേട്ടൻ ഊക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അനുമോൾ ചോദിച്ചു വാങ്ങും. അനുമോൾ, നിങ്ങൾക്ക് നാണം ഉണ്ടോ? എന്തൊക്കെ കാണിക്കുന്നത്? പിന്നെ വാ തുറന്നു കഴിഞ്ഞാൽ വീട്ടിൽ ദാരിദ്ര്യം പറഞ്ഞ് വോട്ട് പിടിക്കലാണ് പണി. എൻ്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. എൻ്റെ അച്ഛൻ കൂലിപ്പണി ചെയ്താണ് ഞങ്ങളൊക്കെ ജീവിച്ചത്. എനിക്ക് ബസ്സിൽ പോകാൻ പോലും കാശില്ലാണ്ട്, അതുകൊണ്ട് ഞാൻ ലോറി പോയാണ് ജീവിച്ചത്. എന്തിന്? വീട്ടുകാർ വോട്ട് ചോദിക്കുന്നത് പോലും പുതിയ വീട്ടിൽ നിന്ന് വോട്ട് ചോദിക്കില്ല, പഴയ പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്ന് വോട്ട് ചോദിക്കോളൂ. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. അത് കൂടാണ്ട് ഒന്ന് പറ രണ്ടാമത്തിന് അപ്പൊ തന്നെ പ്രാക്കാണ്. ഈ നാശിച്ച് അങ്ങനെ നീ പറഞ്ഞിട്ടെ നീ അനുഭവിക്കും, നീ ഇവിടെ വിട്ട് പോര, നീ നാശിക്കും എന്നൊക്കെ പറഞ്ഞ പ്രാക്കാണ്. പിന്നെ വാ തുറന്ന നോണേ പറയൂ. കുക്കിംഗ് അറിയാം. എന്തൊക്കെ ഉണ്ടാക്കും? എല്ലാം ഉണ്ടാക്കും. ബിരിയാണി ഉണ്ടാക്കും, ചിക്കൻ ഉണ്ടാക്കും, മീൻകറി ഉണ്ടാക്കും. ഇല്ല, ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറില്ല. ഒരു പഠിച്ചിപ്പാറോ വീട്ടില്. എടാ എൽദോ, നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. ആദ്യം പറഞ്ഞു PR അതെന്നത്തെ സാധനം, അതെനിക്ക് അറിയത്തേ ഇല്ലെന്ന് പറഞ്ഞു. എന്താണ് അനുമോൾ, അങ്ങനെ പൈസ എല്ലാം കൊടുത്തോ? ഇല്ല ഇല്ല, ഇതുവരൊന്നും കൊടുത്തിട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഞാൻ അറിയാണ്ട് കൊടുത്തുപോയി. എത്ര കൊടുത്തു? ഒന്നും കൊടുത്തില്ല. 1 ലക്ഷമാണ്, 50 ഞാൻ കൊടുത്തത്. ഇനി 50,000 ഇത് കേൾക്ക്. എനിക്ക് മനസ്സിലാവാത്തേ 16 ലക്ഷം, ചിലപ്പോ 15 ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. അടുത്തത് പാചക കേസ്. ബിഗ് ബോസിനകത്ത് വെച്ച് പറഞ്ഞത് എനിക്ക് കുക്ക് ചെയ്യാനേ അറിയത്തില്ലെന്നാണ്. ഇല്ല, ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറില്ല. ഒരു പഠിച്ചിപ്പാറോ വീട്ടില്. പക്ഷെ കുണുമോൾ ബിഗ് ബോസിൽ പോകുന്നതിന് മുന്നേ കൊടുത്ത ഇന്റർവ്യൂലൊക്കെ ഞാനൊരു കുക്കിംഗ് സിംഹമാണ്, എനിക്ക് പൊറോട്ട അടിക്കാൻ അറിയാം, ചൈനീസ് അറിയാം എന്നൊക്കെയാണ് കുണുമോള് പറഞ്ഞിരിക്കുന്നത്. ബിഗ് ബോസിൽ നിന്ന് പുറത്തു വന്നപ്പോ ഞാൻ അങ്ങനെ പറഞ്ഞത് മൊത്തം തള്ളായിരുന്നു. ഞാനത് ഒരു ഷോ അല്ലേ, നമ്മളവിടെ ചെല്ലുമ്പോഴത്തേക്ക് കുക്കിംഗ് അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും എന്ന് പറഞ്ഞിട്ട് തള്ളിയതാണ് എന്നതാണ് കുണുമോളുടെ പുതിയ അവകാശവാദങ്ങൾ. ഇല്ല, ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്ക് അറിയില്ല, ഞാൻ കിച്ചണിൽ പോലും കയറില്ല. ഒരു പഠിച്ചിപ്പാറോ വീട്ടിൽ. അഴുക്കപ്പെണ്ണ് ആ ജിന്റെക്കാൾ മോശം. ഇത്രയും ഗതികെട്ടൊരു ബിഗ് ബോസ് വിന്നറിനെ എന്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. അനീഷിനും ഷാനവാസിനും അക്ബറിനും നെവിനും കൂടിയ കൂട്ടത്തിന്റെ പകുതി കൂട്ടം പോലും ബിഗ് ബോസ് വിന്നറിന് ഉണ്ടായില്ല. അതായിരുന്നു ഏറ്റവും വലിയ കോമഡി. വിന്നറിനെ സ്വീകരിക്കാൻ വന്നത് ആകപ്പാട് 4, 3, 7 പേര്. അതിൻ്റെ അകത്ത് 5 പേരാണ് ഈ കുടുംബക്കാരും. അവസാനം സ്വന്തം കുടുംബക്കാരെ വെച്ച് തന്നെ സ്വന്തമായിട്ട് സ്വീകരണം നടത്തി ആനന്ദം കണ്ടെത്തുന്നതാണ് അനുമോളുടെ പുതിയ കലാപരിപാടി. നമ്മളാരും തീരുമാനിച്ചതല്ല, അവർ സ്വയം തീരുമാനിച്ചതാ. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ കൂടുതൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇതിനൊന്നും പ്രത്യേകിച്ച് കാശലുള്ള കാര്യമല്ല. ഞാനൊരു പാവമാണ്. എങ്ങനെ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് 16 ലക്ഷം രൂപയുടെ PR കൊടുത്ത് ബിഗ് ബോസ് ചെന്നിട്ട് അവിടെ ടൈറ്റിൽ വിന്നറായിട്ട് തിരിച്ചു വരാൻ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ഞാൻ പോകുന്നു. ബൈ ബൈ.